ചെങ്കൊടികളേന്തി ജനലക്ഷങ്ങൾ നഗരം നിറഞ്ഞു. ചിട്ടയായി മാർച്ച് ചെയ്ത് ചെമ്പട നിരന്നു. അറബിക്കടലിന്റെ ആരവത്തേക്കാൾ തീക്ഷ്ണമായിരുന്നു അലയടിച്ചുയർന്ന മുദ്രാവാക്യങ്ങൾ. CPM സംസ്ഥാന സമ്മേളനത്തിന് സമാപനം കുറിച്ചുള്ള റാലിയിലും പൊതുസമ്മേളനത്തിലും പങ്കെടുക്കാൻ ഇരമ്പെത്തിയ മനുഷ്യ മഹാസാഗരം ജനമുന്നേറ്റത്തിന്റെ പുതുചരിത്രമായി. കിഴക്കൻ മലയോരത്ത് നിന്നെത്തിയ തോട്ടം തൊഴിലാളികൾ മുതൽ തീരത്തിന്റെ സ്വന്തം സേനയായ മത്സ്യത്തൊഴിലാളികൾ വരെ, കശുവണ്ടി, കയർ, പരമ്പരാഗത മേഖലകളിൽ നിന്നുള്ളവർ മുതൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ വരെ, വിദ്യാർത്ഥികളും യുവജനങ്ങളും പ്രൊഫഷണലുകളും അറബിക്കടലിന് സമാന്തരമായി ഒഴുകി നീങ്ങിയ മനുഷ്യ മഹാസമുദ്രം അഷ്ടമുടി തീരത്തെ ആശ്രാമം മൈതാനം ചെങ്കടലാക്കി. വർഗീയവാദികൾക്കും വെറുപ്പിന്റെ ശക്തികൾക്കും ഈ മണ്ണ് വിട്ടുകൊടുക്കില്ലെന്ന പ്രഖ്യാപനവുമായി ഞായറാഴ്ച രാവിലെ തന്നെ വിവിധ ജില്ലകളിൽ നിന്നെത്തിയവർ നഗരം നിറഞ്ഞിരുന്നു. അതിർത്തിക്കപ്പുറം മംഗളൂരുവിൽ നിന്നും കന്യാകുമാരിയിൽ നിന്നുള്ളവരും കൊല്ലത്തെത്തി. കൊല്ലം ജില്ലയിൽ ലോക്കൽ കമ്മിറ്റികളുടെ ബാനറിന് കീഴിൽ ചെറു പ്രകടനങ്ങളായാണ് എത്തിയത്. QAC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് റെഡ് വോളണ്ടിയർ പരേഡും ആരംഭിച്ചു. ജില്ലാ വോളണ്ടിയർ ക്യാപ്റ്റൻ S. ഷബീറും വൈസ് ക്യാപ്റ്റൻ റിയ സുരേഷും നയിച്ച 1,00,000 ലക്ഷം പേരുടെ ചുവപ്പ് സേനാ മാർച്ച് നഗരത്തിന് ആവേശമായി. പ്രകടനത്തിന്റെ മുൻനിരയിൽ നേതാക്കളും സമ്മേളന പ്രതിനിധികളും, തൊട്ടുപിറകിലായി 24-ാം പാർട്ടി കോൺഗ്രസിന്റെ സന്ദേശമേകി കൂറ്റൻ ചെങ്കൊടികളുമേന്തി 24 വനിതകൾ. ആശ്രാമം മൈതാനത്ത് CPIM PB കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടും സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദനും റെഡ് വോളണ്ടിയർമാരുടെ സല്യൂട്ട് സ്വീകരിച്ചു. പൊതുസമ്മേളനം പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്തു. CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ അധ്യക്ഷനായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ എന്നിവർ സംസാരിച്ചു. പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ MA ബേബി, A. വിജയരാഘവൻ തുടങ്ങിയവർ പങ്കെടുത്തു. കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധക്കുരുക്കിനെ മറികടന്ന് കേരളത്തിന് ബദൽ നയങ്ങളുടെയും വിഭവ സമാഹരണത്തിന്റെയും അനന്ത സാധ്യതകൾ തുറക്കുമെന്ന പ്രഖ്യാപനവുമായി CPM സംസ്ഥാന സമ്മേളനത്തിന് സമാപനം. പൊതുചർച്ചയിൽ ഉയർന്ന നിർദ്ദേശങ്ങൾ കൂടി സമന്വയിപ്പിച്ചാണ് രാഷ്ട്രീയ സംഘടനാ വികസന കാഴ്ചപ്പാടുകൾക്ക് സമ്മേളനം രൂപം നൽകിയത്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച നവകേരളത്തെ നയിക്കാൻ പുതുവഴികൾ എന്ന വികസന രേഖയും സമ്മേളനം ഐക്യകണ്ഠേന അംഗീകരിച്ചു. കേരളത്തിന്റെ സാധ്യതകളെ പരമാവധി ഉപയോഗിക്കും വിധം സർവ്വതല സ്പർശിയായ വികസനമാണ് രേഖയുടെ ലക്ഷ്യമെന്ന് ഭാവി പരിപാടികൾ പ്രതിനിധികളോട് വിശദീകരിച്ച് MV ഗോവിന്ദൻ പ്രഖ്യാപിച്ചു. ഊന്നൽ സാധാരണക്കാരിലേക്കാണ്. വികസന രേഖയിലെ കാര്യങ്ങൾ എല്ലാവരുമായി ചർച്ച ചെയ്യും. ഇക്കാര്യത്തിൽ മുൻവിധികളില്ല. സഹകരണ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ ഉപയോഗപ്പെടുത്തി വലിയ വികസന പ്രക്രിയ LDF സർക്കാർ ഏറ്റെടുക്കും.